അപ്പൊ വരുന്നത് എവിടെ വരണം? ഇപ്പൊ ഫ്രം എ ബിസിനസ് പെർസ്പെക്ടീവ് ഞാൻ പറഞ്ഞത് വിച്ച് കാറ്റഗറി? ഞാനൊരു മുതലാളിയെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു കോർപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എംപ്ലോയീസോ ഇതൊന്നും എനിക്ക് ഡിമാൻഡ് ഇല്ല. എനിക്കത് കോസ്റ്റ് എഫക്റ്റീവ് ആണെങ്കിൽ. ഇപ്പൊ ഇന്ന് ഒരു AI റവല്യൂഷനിലേക്ക് പോവാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും വരുമ്പോൾ മാൻ പവർ വേണ്ടാത്ത ലോകത്ത് പോവാണ്. സോ അത് എങ്ങനെയാണ് ശരിക്കും നമ്മുടെ രാജ്യത്തെ ബിസിനസ് എൻവയോൺമെന്റിനെയും അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് എക്കോസിസ്റ്റത്തെയും ഒക്കെ സ്റ്റാർട്ടപ്പുകളെയും ഒക്കെ എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ ശരിക്കും? മനുഷ്യന്മാരുടെ സമയവും അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള സാധനം ടെക്നോളജി, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെ, മനുഷ്യന്മാർക്ക് വേണ്ടിയുള്ള ടെക്നോളജി. പക്ഷെ ഏത് കാറ്റഗറി ഓഫ് മനുഷ്യൻ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോ ഓരോ രാജ്യവും AI പോളിസി ഉണ്ടാക്കണം, AI പോളിസി ഡെവലപ്പ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ കൺട്രീസ് ഡിമാൻഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞ യങ് പോപ്പുലേഷൻ ഉള്ള പല കൺട്രീസിനും വളരെ ഒരു ചുരുങ്ങിയ പോപ്പുലേഷൻ ഉള്ള പല കൺട്രീസിനും എന്തെങ്കിലും വരും, AI അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ദേ ഹാവ് ടു make their citizens life better, but they don't have the resources, man power resources ഇല്ല. പക്ഷെ ഇന്ത്യനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ 140 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയില്. ഒരു പരിധി വിട്ട് നമുക്ക് റോബോട്ടിക്സ്, അഗ്രികൾച്ചറിനെ പോലും നമുക്ക് ഒറ്റയടിക്ക് റവല്യൂഷണലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വരുന്നത് എവിടെ വരണം? ഇപ്പൊ ഫ്രം എ ബിസിനസ് പെർസ്പെക്ടീവ് ഞാൻ പറഞ്ഞത് വിച്ച് കാറ്റഗറി? ഞാനൊരു മുതലാളിയെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു കോർപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എംപ്ലോയീസോ ഇതൊന്നും എനിക്ക് ഡിമാൻഡ് ഇല്ല. എനിക്കത് കോസ്റ്റ് എഫക്റ്റീവ് ആണെങ്കിൽ അവിടെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അതെ, പക്ഷെ ഗവൺമെന്റ് ഷുഡ് മേക്ക് എ പോളിസി. അവരുടെ കൺട്രീന്റെ ഡിമാൻഡും അവരുടെ കൺട്രിക്ക് എത്രത്തോളം വേണമെന്നും, അല്ലെങ്കിൽ അത് എത്രത്തോളം അവരുടെ കൺട്രി തന്നെ എഫക്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് പോളിസീസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ഇൻ എ വെരി ബാഡ്.